കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പം ആർത്തവത്തിനെ കുറിച്ചൊക്കെ വളരെയധികം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആർത്തവ അശുദ്ധിയാണെന്നൊക്കെ പല വീഡിയോകളും പലരും ചെയ്യുന്നുണ്ട്, പല വിഷയങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പം ശരീരത്തിന് ശുദ്ധമായിട്ടുള്ള അവസ്ഥ, കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ അശുദ്ധിയും മാറിയെന്ന് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. കാരണം ഇത് സ്ത്രീകൾക്ക് പഴയ കാലത്തേക്കാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ട സമയം. കാരണം എല്ലാത്തിനും ഒരു മെഷീൻ എടുക്കുക, ഉദാഹരണം പറയുകയാണ്, ഒരു മെഷീൻ എടുത്താൽ പോലും അതിന് റെസ്റ്റ് കൊടുക്കും. പകൽ മൊത്തം വർക്ക് ചെയ്തിട്ട് രാത്രിയായിരിക്കും റെസ്റ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു 3 ദിവസം അല്ലെ 4 ദിവസം റെസ്റ്റ് എടുക്കാനുള്ള കാലയളവായിട്ടും ഇതിനെ പണ്ട് കണക്കാക്കിയിരുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക റൂം, ഇവർക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തായിരുന്നു പഴയ കാലത്തൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അർത്ഥശുദ്ധി എന്ന് പറഞ്ഞാൽ അശുദ്ധി പോലെ. നമ്മൾ കുളിക്കാതെ അല്ലെങ്കിൽ അമ്പലത്തിൽ കയറാറുണ്ടോ? മൂത്രം ഒഴിച്ചിട്ട് കൈയും പാലും കഴുകാതെ നമ്മൾ അമ്പലത്തിൽ കയറാറുണ്ടോ? രാവിലെ ഉറക്കമാണെന്ന് നേരെ നമ്മൾ എവിടെങ്കിലും പൂജാമുറി ആലും ചെന്ന് കയറാറുണ്ടോ? എന്ന് പറയുന്നത് പോലെ നമ്മൾ വിയർത്ത് കുളിച്ചിരിക്കുക, നമുക്ക് ഒരിടത്തോട്ടും പോകാൻ തോന്നത്തില്ല. വിയർപ്പ് പറഞ്ഞാൽ എന്താ? ശരീരത്തിലെ ആ ഒരു അഴുക്കുകളെ പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ് വിയർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അഴുക്കുകളെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഈ ആർത്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർത്തവം തുടങ്ങി കൃത്യം 7 രാത്രി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ. ഇടയ്ക്ക് ഞാൻ കേൾക്കുകയുണ്ടായി, ഇവിടെ വന്ന ഒരാൾ തന്നെ പറഞ്ഞ, ആരുടെയോ വായിന്ന് പോയതാണ്, 4 കുളിച്ചാൽ 4 അമ്പലത്തിൽ കയറാമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്പലത്തിനകത്ത് കയറുന്ന ഇതുപോലെയായിട്ട് വ്യത്യാസം എന്തുവാ? അപ്പം 4 കുളിച്ചാൽ ചേർക്ക് ഈ പീരീഡ് നിൽക്കുന്ന അവസ്ഥ വരും, ഇത് നിൽക്കാത്ത അവസ്ഥ വരും. അപ്പം അവർക്ക് ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇവർ ക്ഷേത്രത്തിൽ കയറിയാൽ ശരിയാവുന്നത്? ഇപ്പോൾ പഴയ കാലഘട്ടമൊന്നും അല്ലെങ്കിൽ മാറിയിരിക്കാനൊന്നും പറ്റത്തില്ല. വീട്ടിലെ ജോലികളൊക്കെ എന്തോരം സ്ത്രീകൾ കുളിച്ച് കയറാറുണ്ട്. പക്ഷേ ഈ ആർത്തവ സമയത്ത് വീട്ടിലുള്ളവരാരും അമ്പലങ്ങളിൽ പോകാറില്ല. ഇപ്പോൾ പുരുഷന്മാരൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ പുരുഷന്മാർ ആ സമയത്ത് മാലയിട്ടിരിക്കുക, പളനി പോകാൻ മാലയിട്ടിരിക്കുക, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക. അപ്പോൾ ഒന്നൊരു ബന്ധു വീട്ടിലേക്ക് മാറി താമസിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കാവടി ഒക്കെ എടുക്കാനുള്ളതാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ചേരി പോയി താമസിക്കുന്ന, ക്ഷേത്രത്തിലെ അനാനപ്പുരയിലൊക്കെ പോയി കിടക്കുന്ന അവസ്ഥകൾ പലയിടത്തും ഞങ്ങളുടെ നാടുകളിലൊക്കെ കാണാറുണ്ട്. എന്ന് പറയുന്നത് പോലെ 7 ദിവസത്തേക്ക് വിളക്ക് കത്തിക്കാനും ഈ സ്ത്രീക്ക് പാടില്ല. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ള് ശുദ്ധമായിട്ട് അവർക്ക് വിളക്ക് കത്തിക്കാം, അത് തെറ്റില്ലാത്ത കാര്യമാണ്. എന്നിരുന്നാലും ഈ ആർത്തവശുദ്ധി ശരിക്കും ഒരു അശുദ്ധി തന്നെയാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് വരുന്നില്ല, കാരണം കൂടുതലായിട്ട് ഇതിലേക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയുണ്ടാവും. അപ്പം കാര്യമായിട്ട് പറയണമല്ലോ, കാര്യം ആര് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പം അതിലെ നിങ്ങൾക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല, ആരെയും പരിഹസിച്ചിട്ടുമില്ല. ഇനിയും ഇതുപോലെയുള്ള ജനങ്ങൾക്ക് അറിവില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങൾക്കുള്ള മറുപടികളുമായി കണ്ടുമുട്ടാം. ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.